വെറുതെ എന്റെ ചായയുടെ പൈസ കൂടെ കൊടുത്തേക്കാം. കൊടുത്തേക്കാം. ആ ശരി എന്നാ. ഹായ്. എന്താ അവിടെ? നത്തിങ്. ഹായ്. അവിടെ തന്നെ കുറെ നേരമായിട്ട് പരിപാടിയാ. ബൈക്കിന് ചുറ്റും കിടന്ന് കറങ്ങുവാണല്ലോ നീ. ഒന്നുമില്ല ചുണ്ടോട്ടാ. ചുണ്ടുകേട്ടനോ? നിനക്കെന്നെ അറിയാവോ? ചേട്ടനെ അറിയാത്തവരാരില്ലേ നാട്ടില്? ചേട്ടൻ ഫേമസ് അല്ലേ? എങ്ങനെ? ചേട്ടൻ മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടർ കട്ടിട്ട് പത്രത്തിൽ വന്നാലും ഞാൻ അതൊന്നും ഇപ്പൊ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറെ പരിപാടിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ചാരിറ്റി അല്ലേ? നീ ഏതാ? എന്നെ അറിയില്ലേ? സുധാരേട്ടന്റെ മകൻ. ഏത് സുധാകരൻ? നമ്മുടെ മേരിയുടെ. നമ്മുടെ മേരി? നമ്മുടെ മേരിയല്ല, ചേട്ടന്റെ മേരിയുടെ വീട്ടിന്റെ ഇടക്ക്. ഇങ്ങൊന്നേ പറയട്ടെ. വരാവേ? ഞാൻ വരാം. ഇവിടെ നിന്ന് എന്നെ പരിങ്ങേ. എനിക്കൊരു ഇച്ചിരി ചാരിറ്റിയും പരിപാടികളൊക്കെ ഉണ്ടേ. അപ്പൊ എന്നാലും ആവശ്യം വേണമെങ്കിൽ പറഞ്ഞു, കണ്ട് സഹായിക്കാം. ചേട്ടാ, എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സ്കൂള് മുതൽ കാമുകിമാരുണ്ട്. എനക്ക് മാത്രമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ചാന്ദിനി. ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി. പറഞ്ഞോ? ഞാൻ ഈ കവിത എഴുതുവേ. അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ ഫാനായി. അങ്ങനെ ഇത് സെറ്റായതേ. ഞാനൊരു കവിത വല്ലട്ടെ? കവിത വേണ്ട, നീ നിന്റെ ഈ കഥ ഇങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ ഞങ്ങള് പാർക്കിൽ പോയി, ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി, സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി. അപ്പോഴാ ചേട്ടാ പ്രശ്നം തുടങ്ങിയത്. എന്നാ പറ്റിയേ? അവള് ഹോസ്റ്റൽ മാറി, പിന്നെ പുതിയ ഫ്രണ്ട്സായി, പിന്നെ എന്നോട് സംസാരിക്കുന്നെല്ലാം കുറഞ്ഞു, എന്റെ കൂടെ വരാതെയായി. ഫുൾ ടൈം അവരുടെ കൂടെ കറക്കാം. പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഒഴിവാക്കും. ഞാൻ സങ്കട കവിതകൾ എഴുതാൻ തുടങ്ങി. ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ? വേണ്ടല്ലേ, സങ്കടം കൊണ്ട് പറഞ്ഞ. ഒടുവില് ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എന്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത്. അപ്പോ അതുകൊണ്ട് അവക്കും കാറ് വേണമെന്നൊരാഗ്രഹം. അന്ന് മുതൽ ഞാൻ ബൈക്ക് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കെന്നാ പണി? പണിയൊന്നും ആയിട്ടില്ലേട്ടാ. പിന്നെ നീ എങ്ങനെ ബൈക്ക് മേടിക്കും? പണിക്കെല്ലാം ഞാൻ ഒരുപാട് ശ്രമിച്ചേട്ടാ, ഒന്നും കിട്ടിയില്ല. ഈ മാർക്കറ്റിങ്ങിന് പോകാൻ നോക്കി, അതിന് ബൈക്ക് വേണം. സെയിൽസിന് പോകണമെങ്കിൽ ബൈക്ക് വേണം. ബൈക്ക് വിട്ടൊരു പരിപാടിയില്ല. നിനക്കെന്നാ പ്രായമുണ്ട്? എനക്കിപ്പോ ഒരു 28 വയസ്സായിട്ടാ. നിനക്ക് നിന്റെ അച്ഛൻ്റെ കൂടെ പണിക്ക് പോയിക്കൂടെ? ഓ, അതൊന്നും ശരിയാവില്ലേട്ടാ. എടാ, ഒരു പണിക്കും പോയാ നീ എങ്ങനെ ബൈക്ക് മേടിക്കും? ചേട്ടാ, ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താ മോനെ? ഒന്നുമില്ലേട്ടാ, ചേട്ടൻ എനിക്കൊരു ബൈക്ക് അടിച്ച് മാറ്റി തരാൻ പറ്റുമോ? അടിച്ചതിന്റെ കരണം പൊളിക്കും ഞാൻ. നീ ആരോടാണ് ഈ വർത്താനൊക്കെ പറയുന്നത്? നിനക്ക് ഞാൻ ആരാന്നറിയോ? നീ ഷൈജു ഫാൻസ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? നീ ഷൈജു വെൽഫെയർ കേട്ടിട്ടുണ്ടോ? നീ ഫേസ്ബുക്കിൽ ഉണ്ടോടാ? ആരായി ഷൈജു? ഞാനാ? എന്താ? ഞാനിപ്പം നീ പറഞ്ഞ സൈസ് പരിപാടികൾ ചെയ്ത് ജീവിക്കുന്നവനല്ല. എനിക്ക് പറ്റുന്ന പോലെ നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന മനുഷ്യനാ കേട്ടോ. ഇതും ഒരു നന്മയുള്ള കാര്യമില്ലേട്ടാ. ഏത് ബൈക്ക് മോട്ടിക്കുന്ന? എന്റെ ജീവിതം രക്ഷപ്പെടില്ല കേട്ടാ. ഞാൻ ആകെ തകർന്നിരിക്കട്ടാ. എനിക്കിനി ചേട്ടൻ മാത്രമേ ഉള്ളൂ. എന്റെ പെണ്ണു പോവും, ജോലി കിട്ടുന്നില്ല, പട്ടിണിയാണ്, സത്യമായിട്ടും പട്ടിണിയാട്ടാ. ചേട്ടന്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിട്ട് എന്റെ അച്ഛനപ്പവും പറയുന്നുണ്ട്. സത്യമായിട്ട് പക്ഷെ ഇതിന്റെ അവസാനത്തെ മോഷണമായിരിക്കണം. ലോക്ക് ഞാൻ തുറന്നു തരും, ബൈക്ക് എടുത്തോണ്ട് പൊക്കോണം. ശരി ചേട്ടാ, അങ്ങനെ ചേട്ടാ.